ആ അതെ വക്കീലെ, അതെ. വക്കീലെ, എനിക്ക് ഒരു രക്ഷയില്ല. ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആകെ ടെൻഷനാ വക്കീലെ. ഇവിടെ പിന്നെ ഇപ്പം അമ്മാവച്ചനും ഒക്കെ വരുന്നത് ഇവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ഉള്ള സ്വത്തൊക്കെ രണ്ടാം അനിയത്തിമാർക്ക് എഴുതി കൊടുത്തിട്ട് എന്നെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. അത് പറ്റില്ല വക്കീലെ. ഞാനേ ഒരു ആളെ ഇവിടെ പയ്യെ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, എൻ്റെ ഒരു സുഹൃത്താ. അപ്പോഴേ എന്താ സംഭവിക്കുക അറിയോ? അവൻ എല്ലാ രഹസ്യങ്ങളും എത്തിച്ചേരും, എല്ലാം. അപ്പൊ ഞാൻ എല്ലാം പറയാം കേട്ടോ. ഓക്കെ. ഏതാ വീട് തന്നെ വീട് ഓക്കെ. അല്ല, നീ എന്താ വൈകിയപ്പോ? വൈകാന്ന് ഞാൻ പണീന്റെ കാര്യം ഉണ്ടായിരുന്നു. പാനിക്കൂലിക്ക് ഞാൻ തരുന്നൊരു പറഞ്ഞു. കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യണം. നീ ഇവിടെ മറിഞ്ഞു നിൽക്കണം. നിനക്കറിയാലോ എന്റെ അവസ്ഥ അറിയാലോ. ഇത് ആര് വന്നാലും നിനക്ക് പറ്റുന്ന മരുന്ന് കൈകാര്യം ചെയ്തോ. എനിക്ക് നിന്റെ കാര്യങ്ങൾ നടത്താത്തുള്ളൂ. ഞാനിവിടെ ഒളിഞ്ഞു നിൽക്കണം. ഒളിഞ്ഞു നിന്ന് നോക്കണം, കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ആരെന്താ വരുന്നത്? ഇത് കേസ് മറ്റതാണല്ലോ. ആരോ ഇവിടെ വരുന്നു. കൈ കൊടുക്കാം. ധൈര്യമായിപ്പോയി ബാക്കിയുള്ള കാര്യം. ഓക്കെ. ഏതവനായാലും അവന്റെ കുടുംബം കലക്കലാൻ ശരിയാക്കും. ഒരു പാവം മനുഷ്യനാ, പാവം. ഏതവനെ കുടുംബം കലക്കാൻ ഇവിടെ വരുന്നു. ഏതവനായാലും ചാമ്പ് സെൻട്രൽ ജയിലിൽ പോയാലും ശരി. ഈ പെണ്ണ് ചലമ്പം തോന്നുന്നില്ലേ? ഏതായാലും നോക്കാം. ആരാണത്? എന്തായാലും വേണ്ടില്ല, പെണ്ണ് അവിടെ ഉണ്ടെങ്കിൽ ഓളോട് മാത്രം സംസാരിച്ചിട്ട് പിന്നെ എസ്കേപ്പ് ആകാം. ഇല്ലെങ്കിൽ ഓന്റെ കയ്യിൽ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അവിടെ ഉണ്ടാകാവാം. നോക്കാം, എന്തായാലും പോയി നോക്കാം. തന്നെ വേറെ വയസ്സായിട്ട് ഈ പരിപാടികളൊക്കെ കുടുംബം കലക്കാൻ ചാമ്പി കളയാൻ കള്ളി. വാതിൽ ഉള്ളോട്ട് കൂട്ടിയിട്ടുണ്ടാവും. മോൾ അവിടെ അപ്പുറത്ത് അലക്കായിരിക്കും. ഇന്ന് ഇതിലെ പോയി നോക്കാം. ഇവനെ ഹലോ. അജി പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഓക്കെ ഉണ്ട്. ഒരാൾ വന്നു, മുപ്പരാ ശരിയാക്കിണ്ട്. 80 വയസ്സുണ്ട്. വെള്ളമുണ്ടും വെള്ളക്കുപ്പായൊക്കെ തന്നെ. ദൈവം തമ്പുരാൻ, എടാ അതെന്റെ അച്ഛനല്ലേ. ഞങ്ങൾ കുടുംബത്തിൽ സ്വത്ത് തർക്കമുണ്ട്, അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മൂപ്പിൽ വന്നായിരിക്കും. നീ എന്തൊക്കെയാ ചെയ്തു? എന്താ പറയണ? എന്റെ അച്ഛനാണ്, കുടുംബ പ്രശ്നമാണ്, സ്വത്ത് തർക്കാന്നാണ്. അപ്പൊ മറ്റേ പരിപാടി ഇതൊന്നുമല്ലേ? ഇന്ന് ആദ്യം പറയണ്ടോ ചങ്ങായി? ഒരു പണിക്കരിക്കുമ്പോ കറക്റ്റ് ഏൽപ്പിക്കണം. ഇന്നെ ഏൽപ്പിച്ചാൽ ഞാൻ കറക്റ്റ് ചെയ്യുന്ന ആൾക്കാരനല്ലേ? ഈ കാര്യം ചെയ്യ്. ഇങ്ങോട്ട് വരാനായോ? വരുമ്പേ ഒരു കാര്യം ചെയ്യ്, ഒരു ഷാപ്പട്ടി വാങ്ങിക്കളാം. എന്നോട് അവൻ കളിക്കണേ.